ഹൈദർ മുജീബുർ റഹ്മാൻ ഷുഹൈബ് നൗഷാദ് ആമിന ഫാത്തിമ ഇവര് പെങ്ങള് കാരാട്ടുചോല അടൂർ പറമ്പ് കല്യാണം കഴിച്ച പെങ്ങള് ആയമ്മ എന്നവര് പുതിയാപ്പള മറ്റൊരു ഇന്ത്യയിലിരിക്കുകയാണ്. ഈ പരിപാടിക്ക് എത്തിയിട്ടില്ല. പിന്നെ ഇവരനിയൻ ബാവ ഗൾഫിലാണ്. അവൻ്റെ കുട്ടികൾ പെണ്ണുങ്ങളും ബാവൻ്റെ കുട്ടികളിലൂടെ റഫീഖും കുട്ടികളും കൊണ്ട് വരണോ? റസാഖ് ഇവിടെ അവൻ്റെ കുട്ടികളും പെണ്ണുങ്ങളും കൊണ്ട് വരണോ? പറയുമ്പോൾ സിദ്ദിഖ മൊയ്തീൻ മുസ്ലിയാരുടെ എന്നവരുടെ മൂത്ത മകൻ മുഹമ്മദ് എന്ന് പറയുന്ന ആളെ നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടു. രണ്ടാമതായിട്ട് ഹൈദ്രു എന്ന ആൾ അതിലുണ്ടായിരുന്നു, ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. മൂന്നാമത്തെ ആള് സുലൈമാൻ ഹാജി എന്ന് പറയുന്ന ആളായിരുന്നു. എല്ലാവർക്കും നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ഈയിടെ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ കുടുംബത്തെയാണ് നിങ്ങൾ ഇപ്പൊ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ സുലൈമാൻ ഹാജിയുടെ കുടുംബം. അതിന് മൂത്ത മകൻ ബിച്ചു ഇവിടെ സ്ഥലത്ത് ഗൾഫിലാണ്. അതുപോലെ ചെറിയ മകൻ അബ്ദുറസാഖ് തന്നെ, അവനും ഇവിടെ സ്ഥലത്ത് ഗൾഫിലാണ്. പിന്നെ ഇബ്രാഹിം കുട്ടി എന്നവരായുണ്ട്, അവനും ഇവിടെ ഗൾഫിലാണ്. അബ്ദുറസാഖും ഗൾഫിലാണ്. ബാക്കി ശേഷിക്കുന്ന മക്കളാണ് മജീദ്, അവനും ഗൾഫിലാണ്. ബാക്കിയുള്ള മൂത്ത മകൻ ബിച്ചുവിന്റെ കുട്ടിയാണ്. അവന്റെ പേര് ഞാൻ മാട്ടിൽ സുലൈമാൻ ഹാജിന്റെ രണ്ടാമത്തെ മകൻ മുഹമ്മദ് കുട്ടി. മാട്ടിൽ സുലൈമാൻ ഹാജി മകൻ അബ്ദുറഫീഖ്. ഇത് മുഹമ്മദ് റംഷാദ്. എന്റെ പെൺകുട്ടിയാണ് റഹദ ജബീൽ. ജുഹൈന മോയോട്ടന് ജുനൈദ ആയിഷ സുലൈമാൻ ഹാജിന്റെ മോളായിട്ട് ഫാത്തിമ നൗഷിദ. സുലൈമാൻ ഹാജിയുടെ അനിയൻ അലവിക്കുട്ടി ഹാജി MC അവരും കുടുംബവും ഇങ്ങോട്ട് പരിചയപ്പെടാൻ വേണ്ടി മുന്നോട്ട് വരണം. കുട്ടിയാജി മകൻ കുഞ്ഞിമൂസ മുഹമ്മദ് യാസിൻ മുബീന റിൻസില മുഹസിന സൽമത്ത് കുട്ടിയാജി ഫാത്തിമ സുഹ്റ ജുബൈരിയ സഫിയ സുൽത്താന ഫാത്തിമ അഫ്സത്ത് ബുഷ്റ ഖദീജ സുഹറ ജഹാൻ സുൽഫത്ത് ഹിജാസ് ഫബീന മുർഷിദ മറിയക്കുട്ടി മൊയ്തീൻ സാദിഖ് അലി. ഇവരെ ചെറിയൊരു അനിയൻ മുസ്തഫ എന്ന മുത്തു, അവൻ ഇവിടെ ഇവിടെ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നല്ലേ. സുലൈമാൻ ഹാജിയുടെയും അലവിക്കുട്ടി ഹാജിയുടെയും ഒക്കെ അനുജൻ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നിവരും അദ്ദേഹത്തിന്റെ കുടുംബത്തെയുമാണ് നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു മകൻ ഗൾഫിലാണ്, അബ്ദുൽ അസീസ്. അതായത് ഈ സ്ഥലത്തിന്റെ ഉടമ, ഈ വീടിന്റെ ഉടമക്കാരൻ ഇവിടെ സ്ഥലത്തിലാവും, വിദേശത്താണ്. ബാക്കിയുള്ളവരുടെ പേര് ഇബ്രാഹിം സഫുവ ഫാത്തിമ ഷബ്ല മൊയ്തീൻ നഷ്വ അഹമ്മദ് കുട്ടി ഫാത്തിമ സഹല പള്ളിക്കുട്ടി അയ്യുമ ഫാത്തിമ റംല സിദ്ദീഖ്. അടുത്തതായിട്ട് ഒരാൾ കൂടിയുണ്ട്, അലവി എന്ന് പറയുന്ന ആള്, 12ാമത്തെ ആള്. ആ കുടുംബത്തെ നിങ്ങൾക്ക് ഉടനെ നിങ്ങൾ പരിചയപ്പെട്ടു. അതോടുകൂടി മൊയ്തീൻ മുസ്ലിയാർ, മാട്ടിൽ മൊയ്തീൻ മുസ്ലിയാർ എന്ന് പറയുന്ന കുടുംബത്തെ മുഴുവൻ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അലവി പാപ്പയുടെ മക്കൾ, മാട്ടിൽ അലവി പാപ്പയുടെ മക്കൾ
മമ്മാത്തു അരിമ്പ്ര, ഹൈദുറു എന്ന മാനുട്ടി, മുഹമ്മദ് എന്ന മൂപ്പണ്ണി, പാട്ടിൽ വീരാനളപ്പ, നബീസ വിളയിൽ, ആമീര അമ്പലക്കണ്ടി, പാത്തുമ്മ എക്കാപ്പറമ്പ്. ഇത്രയും ആൾക്കാരാണ്. ഇവരൊക്കെ ഇതിൽ ജീവിച്ചിരിക്കുന്നവർ സ്ഥലത്ത് ഹാജരാകണം. എല്ലാവരും കൊണ്ട് വരണം. മാനുട്ടി മരണപ്പെട്ടു പോയി. രണ്ടാമത്തെ മകൻ മുഹമ്മദ് എന്ന മൂപ്പണ്ണിയുടെ മൂന്ന് ആമക്കൾ മാത്രമേ ഉള്ളൂ. അതിൽ ഒന്നാമത്തെ മകൻ നമ്മുടെ ഈ പരിപാടിയുടെ സജീവ പ്രവർത്തകൻ അബ്ദുറഹ്മാൻ മാസ്റ്ററാണ്. രണ്ടാമത്തെ മകനാണ് അബ്ദുൽ അസീസ്. മൂന്നാമത്തെ മകൻ അബ്ദുൽ അസീസ്. മാട്ടിൽ വീരാൻ, സെലീന, അഫ്സത്ത്, ഫാത്തിമ, ഫീസ, ഫാത്തിമ, നബീസ, ആമിന, പാത്തുമ്മ പെങ്ങന്മാര്. ഈ അലവി ഉപ്പാപ്പാന്റെ പെമ്മക്കളാണ് നമ്മളിപ്പോൾ കണ്ടു കൊടുക്കുന്നത്. പറപ്പൂർക്ക് വിവാഹം കഴിച്ച അമ്മായി, അതുപോലെ പെരിങ്ങാവത്തെ അമ്മായി, യക്കാപറമ്പിലേക്ക് വിവാഹം കഴിച്ച അമ്മായിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വീരാൻ അളാപ്പയുടെ പെണ്ണുങ്ങൾ ഇത് കാണുന്നത് അതേ മക്കളായി കാണുന്നത്. ആലി മകൻ മൂസ ഹാജി, മകൾ പാത്തുമ്മക്കുട്ടി എന്നിവരെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പാലാട്ടി ഭാഗങ്ങളിൽ താമസിച്ചിരുന്ന മുഹമ്മദിഷ എന്ന് പറയുന്ന ആളുടെ മകള് ആമിന, വളവട്ടൂർ താമസിക്കുന്ന പാലാട്ടിയിൽ താമസിച്ചിരുന്ന കുഞ്ഞിപ്പോക്കരി എന്നവരുടെ മകൻ ഹൈദ്രു എന്നവരുടെ മകൻ മുഹമ്മദ് എന്ന് പറയുന്ന ആള്, പാലാട്ടിയിൽ താമസിക്കുന്ന, പാലാട്ടിയിലെ വാപ്പു എന്ന് നമ്മൾ പറയുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ കുടുംബം, ആ കുടുംബം ഇങ്ങോട്ട് വരണം. നസീർ നമ്മളെ അവൻ ഇവിടെ ഉണ്ട്. അതേപോലെ ബാബുട്ടിന്റെ മൂത്ത മകൻ ലത്തീഫ് ഇപ്പൊ ഇവിടെ നാട്ടിലെ ഗൾഫിലാണ്. പേരുകൾ പറഞ്ഞു. മുഹമ്മദ്, ഷരീഫ, ദിൽഷാദ്, സീനത്ത്, അഫ്സത്ത്, നമ്മളിപ്പോ കുടുംബത്തെ മുഴുവൻ ഇവിടെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. അതിന്റെ കൂടെ നമ്മൾ പറയാത്ത ചില നമ്മുടെ മരുമക്കള്, അതുപോലെ തന്നെ മരുമകൻ, നമ്മുടെ കുടുംബത്തിലേക്ക് വിവാഹം ചെയ്ത് കൊണ്ടുവന്ന നമ്മുടെ വനിതകള്, അതുപോലെ തന്നെ ഈ കുടുംബത്തിൽ നിന്ന് വിവാഹം ചെയ്ത ആളുകള്, അവര് യഥാർത്ഥം നമ്മുടെ കുടുംബം അല്ലെങ്കിലും കുടുംബ എന്ന ഈ സദസ്സിൽ അവരെ കൂടി ഞങ്ങൾ ഉൾക്കൊള്ളുകയാണ് എന്നുള്ള വിവരം അറിയിക്കുന്നു. ഇലാ ഹദ്റത്ത് റൂഹി നബിയിന വഹബീബിന മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحابه وأتباع سيدنا ومولانا محمد. اللهم آته الوسيلة والفضيلة والدرجة الرفيعة العالية وبعثه مقام محمود الذي وعدته ورزقنا في الدنيا زيارته مرارا وفي الآخرة شفاعته وأوردنا حوضه المورود واحشرنا غدا تحت ظل لوائه المعقود. اللهم أوصل مثل سواد ما قرأناه من القرآن العظيم وما صليناه وما سلمناه هذه هدية واصلة ورحمة نازلة وبركة شاملة بعد القبول منا أولا إلى حضرة حبيبك سيدنا ومرشدنا ومنجينا. തിങ്കിണ തിങ്കൃത തിമികിട്ട മേളം തക തന്തരി തരികമ തക്കിട തട്ടകിങ്കിണ സിന്ധിമി തളങ്കൃത താളം തങ്കൃതവമകരി തങ്ക തുങ്ക കതിങ്കിണ തിങ്കൃത തിമികിട്ട മേളം തക തന്തരി തരികമ തക്കിട തട്ടകിങ്കിണ സിന്ധിമി തളങ്കൃത താളം മംഗല പരിപ്പോ 12 കുതിരയും എക്കിട്ട് വിളിക്കിട്ട് പൈനാമ്പള്ളി എന്തിന് പോയി മോളെ അരക്കല്ല ചിരക്കല്ല നന്നായി വെള്ളം കാച്ചി കുടിച്ചവളെ
അരിപ്പോം തിരിപ്പോം കോതളമംഗലം പരിപ്പോം 12 ആനയും കുതിരയും കിട്ടി വിളിച്ചിട്ട് പൈനാം പള്ളിക്കെന്തിന് പോയി മോളെ അരക്കല ചെരക്കല നന്നായി വെള്ളം തോറ്റി കുടിച്ചവളെ തുമ്പപ്പൂവിൻ ചോറും വെച്ച് കുമ്പളമാസക്കറിയുണ്ടാക്കി പകുതി ഉപ്പാക്കു പകുതി എന്നു പറഞ്ഞ് പണ്ട് പൊട്ടിയ ചിരട്ടയിൽ ചോറ് വിളമ്പി തീറ്റിച്ചോളേ അരിപ്പോം തിരിപ്പോം കോതളമംഗലം പരിപ്പോം 12 ആനയും കുതിരയും കിട്ടി വലിച്ചിട്ടും പൈനാം പള്ളിക്കെന്തിന് പോയി ഒരു കുടുംബത്തിലെ അംഗങ്ങളാ പരത കാട്ടിന്നൊരു സംഭവമാ മാട്ടിൽ കുടുംബത്തിൻ സംഗമമാ പല പല നാട്ടിന്നും വന്നവരാ ഒരു കുടുംബത്തിലെ അംഗങ്ങളാ ഹൈദരുപ്പ വഴി വന്ന തലമുറയാ പല വഴിക്കായി പിരിഞ്ഞവരാ വയനാട്ടിൽ കോഴിക്കോട്ടാണധികം മാട്ടിൽ കുടുംബത്തിൽ അംഗങ്ങളാ തമ്മിൽ കണ്ടിട്ടുള്ളവരുണ്ടാവില്ല കണ്ടാലോ തമ്മിലൊട്ടറിയുകയില്ല തമ്മിൽ കണ്ടിട്ടുള്ളവരുണ്ടാകില്ല കണ്ടാലോ തമ്മിലൊട്ടറിയുകയില്ല പരതക്കാട്ടിന്നൊരു സംഭവമാ മാട്ടിൽ കുടുംബത്തിൻ സംഗമമാ ഇതിനെല്ലാം അറുതിയായി തീർന്നിടണം എല്ലാവരും ഒന്നായി തീർന്നിടണം സംഘാടകരെ ഒന്നായി അഭിനന്ദിക്കണം ഭാവിയിൽ സഹകരണം അർപ്പിക്കണം ഇതിനെല്ലാം അറുതിയായി തീർന്നിടണം എല്ലാവരും ഒന്നായി തീർന്നിടണം സംഘാടകരെ ഒന്നായി അഭിനന്ദിക്കണം ഭാവിയിൽ സഹകരണം അർപ്പിക്കണം ഈ മൻമോഹൻ സിംഗിനോട് ഇരിക്കൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരിക്കലും ഇരിക്കില്ല. എന്താ കാരണം? അതൊരു കുസൃതി ചോദ്യമായിട്ടാണ്. മൻമോഹൻ സിംഗിനോട് ഇരിക്കൂ എന്ന് എത്ര പറഞ്ഞാലും അദ്ദേഹം ഇരിക്കില്ല. മലയാളത്തിൽ ഇരിക്കൂ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മലയാളം അറിയില്ല. ഓക്കെ, ഇന്ത്യയിലെ ജനസംഖ്യ അറിയാലോ അല്ലെ? 102 കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത്. 102 കോടി ജനങ്ങൾ അല്ലെ? പുറകോട്ടൊക്കെ പോവാം. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം പറയാവുന്ന ഒരു കൈവ് ആരായാലും പറയാവുന്ന ഒരു വിളിച്ചു പറയരുത് ഇങ്ങോട്ട് മുന്നോട്ട് വന്നാൽ എല്ലാവരോടും ചോദിക്കാം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ആരാ? ചൈന. ഓക്കെ, ശരി ഉത്തരാണ് ചൈന. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാ? പ്രതിരോധ മന്ത്രി ആരാ ഇന്ത്യയുടെ? പറയാൻ പറ്റുന്ന ഒരു കൈവക്കിക്ക് കുട്ടികൾ ആൺകുട്ടികളുടെ ഭാഗത്തുനിന്ന്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി, ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാ? കുട്ടികൾ ഒച്ചത്തി പറ. എളുപ്പമുള്ള ചോദ്യമാണ്, ചാടി പറഞ്ഞു പെട്ടെന്ന് അറിയാം. നമ്മള് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ കുറയുന്നത് എന്താ? കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ കുറയുന്നത് സിഗരറ്റ് കൂട്ടിക്കൊണ്ടിരിക്കല്ല, വലിച്ചോണ്ടിരിക്കുക. അത് കുറയില്ല, കൂട്ടാലോ. കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ കുറയുന്നു. കൈയടിച്ചേ. കൂട്ടാൻ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ കുറയും അല്ലേ? അതാണ്. എല്ലാവരും പെണ്ണുങ്ങളൊക്കെ കയ്യിൽ വള അണിഞ്ഞിട്ട്, ചില ആണുങ്ങളും കയ്യിൽ വള അണിഞ്ഞിട്ടുണ്ടാവൂലേ? കയ്യിൽ അണിയാൻ പറ്റാത്ത വള ആരും വിളിച്ചു പറയരുത്.
ഞാൻ ചോദിക്കും. ഇതാ ഇവിടെ ആമ്പിള്ളേരുണ്ടല്ലോ. മോനെ പറ. തവള തവള അല്ലേ? എവിടെ? നമ്മുടെ തലസ്ഥാനം എവിടെയാ? തലയിൽ പിള്ളേരൊക്കെ ഉഷാറാട്ടോ. എന്താ പറഞ്ഞ? സംഷാദ്. ഇത്ര കൂട്ടത്തിലുള്ളതുകൊണ്ട് എത്ര പെട്ടെന്ന് പറഞ്ഞു നോക്കണം. എന്റെ ധാരണകളൊക്കെ തെറ്റിച്ചു. ഇത്ര പെട്ടെന്ന് സംഭവം പറഞ്ഞു. ബ്രില്യന്റ്. ആമിനത്താത്ത ദോശ ചട്ടുവും കൊണ്ട് മറിച്ചിട്ടു. എന്തുകൊണ്ടാ? അപ്പം താനെ പറയാത്തോണ്ട്, സ്വയം പറയാത്തോണ്ട്. കുറെ നേരം നോക്കി നിന്നിട്ടും സ്വയം അത് മറന്നില്ല അല്ലേ? അപ്പൊ ചട്ടുവും കൊണ്ട് മറിച്ചിട്ടു. കറക്റ്റ്. അതാണ്. മംഗല പരിപ്പോ 12 കുതിരയും വിളിക്കിട്ട് പൈനാമ്പള്ളി എന്തിന് പോയി മോളെ അരക്കല്ല ചിരക്കല്ല നന്നായി വെള്ളം കാച്ചി കുടിച്ചവളെ അരിപ്പോം തിരിപ്പോം കോതല മംഗളം പരിപ്പോം 12 കുതിരയും വിളിച്ചിട്ട് പൈനാമ്പള്ളി എന്തിന് പോയി മോളെ അരക്കല്ല ചിരക്കല്ല നന്നായി വെള്ളം കാച്ചി കുടിച്ചവളെ. തുമ്പപ്പൂവിൻ ചോറും വെച്ച് കുമ്പള മാസക്കറിയുണ്ടാക്കി പകുതി ഉപ്പാക്കു പകുതി എന്നു പറഞ്ഞ് പണ്ട് പൊട്ടിയ ചിരട്ടയിൽ ചോറ് വിളമ്പി തീറ്റിച്ചോളെ അരിപ്പോം തിരിപ്പോം കോതള മംഗളം പരിപ്പോം 12 കുതിരയും കിട്ടി വരിച്ചിട്ടും പൈനാമ്പള്ളിക്ക് എന്തിന് പോയി മോളെ അരക്കല ചെരക്കല നന്നായി വെള്ളം ഓരി കുടിച്ചവളെ. അലക്കല്ല് അരക്കല്ല് കലമ്പല്ല് ഹോബി ഉടുപ്പെട്ട് തടുപ്പിലും കുളത്തിലും ചാടി അത് കഴിഞ്ഞവളൊരു കൊട്ടയെടുത്തിറങ്ങുന്നു രാത്രി നല്ല അടലടു വടതരി ഉണ്ടയും മണ്ടയും വിൽക്കണ ജോലി അരിപ്പോം തിരിപ്പോം കോതല മംഗളം പരിപ്പോം 12 കുതിരയും വെക്കിട്ട് വരച്ചിട്ട് പൈനാമ്പള്ളിക്ക് എന്തിന് പോയി മോളെ അരക്കല ചിരക്കല നന്നായി വെള്ളം കാച്ചി കുടിച്ചവളെ. കുടിച്ചവളെ
മരുമണലിന്ദാസമിൽ ഒളിവിതറും വാസിമിൽ മറിയർ മുത്ത് നബി അന്ന് വന്നു പിറന്ന് മഹദി ബീവി ആമിന പൂവിയായി പൂവായി മലചിരിയം തൂകിയാസിൻ പൂവിൽ വന്ന് മലചിരിയം തൂകിയാസിൻ പൂവിൽ വന്ന് പാടുപേടും മരണത്തെ ചിന്തിക്കൂ കഷ്ടപ്പാടുപേടും മരണത്തെ ചിന്തിക്കൂ മാടുപോലെ നടക്കുന്ന മനുഷ്യനിന്റെ അവസാനം പാടുപേടും മരണത്തെ ചിന്തിക്കൂ കഷ്ടപ്പാടുപേടും മരണത്തെ ചിന്തിക്കൂ നാളുകളോടും സമ്പാദിച്ച് സമ്പത്തും സന്താനമെന്ന് പാടി നോക്കാൻ കബറിങ്കെത്തൂല നാളെ പാടി നോക്കാൻ കബറിങ്കെത്തൂല മാതുപോലെ നടക്കുന്ന മനുഷ്യനിന്റെ അവസാനം പാടുപെടും മരണത്തെ ചിന്തിക്കൂ കഷ്ടപ്പാടുപെടും മരണത്തെ ചിന്തിക്കൂ പച്ചമണ്ണിൽ കിടച്ചിട്ട് മണ്ണുമിട്ടു വീഴുമ്പോൾ രക്ഷ ചെയ്യുവാൻ ആരുമില്ല സ്ഥലത്ത് നിനക്ക് രക്ഷ ചെയ്യുവാൻ ആരുമില്ല സ്ഥലത്ത് മുൻകറിനെ കയറുമെന്ന് തുവായിലും സമയത്ത് രക്ഷാനിവൃത്തി എന്താ നോക്കണ്ടേ രക്ഷാനിവൃത്തി എന്താ നോക്കണ്ടേ മാടുപോലെ നടക്കുന്ന മനുഷ്യനിന്റെ അവസാനം പാടുപെടും മരണത്തെ ചിന്തിക്കൂ കഷ്ടപ്പാടുപെടും മരണത്തെ ചിന്തിക്കൂ അന്ന് തന്നെ പരലോകയാത്രയുണ്ടെന്നുറപ്പിച്ച് തമ്പുരാനെ CPM വണങ്ങണ്ടേ തമ്പുരാനെ CPM വണങ്ങണ്ടേ മാതുപോലെ നടക്കുന്ന മനുഷ്യനിന്റെ അവസാനം പാടുപെടും മരണത്തെ ചിന്തിക്കൂ കഷ്ടപ്പാടുപെടും മരണത്തെ ചിന്തിക്കൂ പരിശോധനയോടെ സമാരംഭം കുറിച്ച നമ്മുടെ ഈ പ്രോഗ്രാം അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഇവിടെ വളരെ സന്തോഷകരമായി സമാപിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ സംഗമത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ഈ വീട്ടുകാരനാണ്. അദ്ദേഹം ഗൾഫിലാതിന്റെ കാരണം ഈ രൂപത്തിൽ ഒരു സംഗമം ഈ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നടന്നിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. ഇനി അടുത്ത ഒരു പതിറ്റാണ്ടിന്റെ ഇടയ്ക്ക് കൂടുമോ എന്ന കാര്യത്തിൽ സംശയം പോരാ. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു തികച്ചും ഒരു ഭദ്രതമായ ഒരു കെട്ടുറപ്പോടെ എന്ന് പറഞ്ഞാൽ ഒരു ബട്ടനമർത്തിയാൽ നാട്ടിൽ ഭരതക്കാടിന് തറവാടിൽ ഒരു ബട്ടനമർത്തിയാൽ ചെമ്പ്രക്കാട്ടിലും പ്രത്യേകിച്ചും വയനാട്ടിലും മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും അറിയുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അഥവാ പെട്ടെന്ന് മരണ വിഷയങ്ങൾ പെട്ടെന്ന് അറിയിക്കേണ്ട വിഷയങ്ങൾ അറിയാനുള്ള ഒരു സംവിധാനം ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇതിലേറ്റവും വലിയ പ്രധാനം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ നാട്ടുകാരിൽ തന്നെ അറിയാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ സദസ്സിൽ പ്രത്യേകിച്ചും എൻ്റെ വയനാട്ടിലുള്ള എൻ്റെ ഇളയമ്മ മുത്തമ്മ എൻ്റെ ബന്ധുക്കൾ അവരൊക്കെ ഇപ്പോൾ എന്നെ അറിഞ്ഞു എന്നതിൽ ഏറ്റവും ഞാൻ സന്തോഷിക്കുന്നവനാണ്. ഈ സദസ്സിൽ 60% ആൾക്കാരും ഇപ്പോൾ എന്നെ അറിയുന്നവരാണ്. ഇത് തന്നെ നമ്മളെ ഈ സംഗമത്തിന്റെ വിജയം. അറിയുക, സഹകരിക്കുക. ഇപ്പോൾ ഏറ്റവും അവസാനമായി നടന്ന മിസ്റ്റർ റാഷിദിന്റെ വളരെ ഇമ്പമാർന്ന രസകരമായ നമുക്ക് എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം. ഈ പ്രോഗ്രാം നമ്മൾ വളരെ സന്തോഷിച്ചു. പക്ഷേ ഇതിന്റെ മറുവശത്ത് വേറൊരു വശമുണ്ട്. അഥവാ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും
സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒട്ടനേകം പാവങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടെന്ന കാര്യം മറ്റുള്ളവർ ഓർക്കുന്നത് നല്ലതാണ്. കാരണം അവർ സാമ്പത്തികമായി സഹായിക്കാൻ ഒരു സഹായ നിധി നമ്മളെ ഇത് ഉദ്ദേശിച്ചപ്പോൾ തന്നെ മുഖ്യമായും ഉദ്ദേശിച്ച ഒരു സംഗതിയാണ്. അത് ഇൻഷാ അല്ലാഹ് അതിന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ എല്ലാവരെയും അറിയിക്കും. ഒരുപാട് സഹായ നിധികൾ പുറമെ അറിയാൻ വേണ്ടി പറയുകയല്ല, ഒരുപാട് സഹായ നിധികൾ നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ കുടുംബക്കാരെ മാത്രം സംഘടിപ്പിച്ചുകൊണ്ട് നമ്മളെ പ്രത്യേകിച്ച് നമ്മുടെ ഗൾഫിലെ പ്രവാസികൾ അവർ ഈ സംരംഭം ഉറ്റുനോക്കുകയാണ്. ഇന്നലെ ഞങ്ങൾ ഗൾഫിൽ നിന്ന് ഫോൺ ചെയ്ത് ഞങ്ങൾ അറിയിച്ചു, ഇത് എത്രയും പെട്ടെന്ന് ഇന്റർനെറ്റ് സംവിധാനം നിങ്ങൾ അറിയിക്കണം. ഞങ്ങൾ കൈമലർത്തുകയാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്കറിയാം ഈ വിശാലമായ ഈ പന്തൽ ഇന്നലെ രാത്രി ഏഷ്യാനെറ്റ് ന്യൂസിൽ വരെ ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ ആയതുകൊണ്ട് ആരും കണ്ടില്ല. ഉണ്ടായിരുന്നു എന്നൊരു സന്തോഷ വാർത്ത. നമ്മളത് പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാവരെയും അറിയിക്കും. പ്രത്യേകിച്ചും ഈ പുസ്തകം ഇതാണ് നമ്മളെ ഈ സംരംഭത്തിന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. ഈ പുസ്തകം കൈകാര്യം ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇതിൽ കുടുംബബന്ധപരമായ ഇസ്ലാമികമായ നിയമങ്ങൾ സംവിധാനങ്ങൾ അതിന്റെ ആദരവ് കണക്കിലെടുക്കണമെന്നും പിന്നെ നമ്മൾ ഒരു ഉപഹാരമായി നൽകിയ യാസീൻ സൂറത്തു യാസീൻ വിശുദ്ധ ഖുർആനിലെ ഹൃദയ ഭാഗമാണ്. വിശുദ്ധ ഖുർആനായല്ലോ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ ഉദ്ഘാടന സെഷനിൽ 2 വർഷത്തിലധികമായി ഇങ്ങനെ ഒരു സംരംഭം നമ്മൾ പ്രത്യേകിച്ചും കുടുംബക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇനി അത് പ്രത്യേകിച്ചും നിങ്ങൾ ഓർമ്മയിൽ വരും. പ്രത്യേകിച്ച് നമ്മുടെ തറവാട് പരണ്ടക്കാട് എന്നാണ് വിദേശത്ത് നിന്ന് അഥവാ വയനാട് ബത്തേരിയിൽ നിന്നും ഞങ്ങൾ ക്ഷണിക്കാൻ പോയപ്പോൾ ഞങ്ങൾക്ക് ആവേശകരമായ സന്തോഷകരമായ പ്രതികരണമാണ് നമുക്ക് ലഭിച്ചത്. ആ പ്രതികരണം ഇപ്പോഴും ഇന്നലെയും ഇന്നുമായി അവർ ഞങ്ങളോട് നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തു. കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അധികം അവർ വരികയും ഈ സന്തോഷത്തിൽ ഞങ്ങൾ ചെറിയ ഭക്ഷണം ഞങ്ങൾ കണ്ടു. ചെറിയ രൂപത്തിലുള്ള ഭക്ഷണം അത് കൊടുത്തത് തന്നെ ഞങ്ങൾക്ക് എത്തിയവരുണ്ട്. എല്ലാവർക്കും കിട്ടാത്തവരും കിട്ടിയവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ കുടുംബക്കാർ, ഞങ്ങൾ സഹോദരന്മാർ, എളാപ്പമുത്താമാർ, ഞാൻ പ്രത്യേകിച്ചും ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു ഞാൻ സഹിക്കുക. ഒരു വീട്ടിൽ എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടാവുമോ അതുപോലെ എല്ലാം സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ സഹിച്ചു. നമ്മളത് തെളിയിച്ചൂടെ. ഭക്ഷണം വളരെ മെച്ചപ്പെടാത്ത ഒരു ഭക്ഷണമായിരുന്നു. അതിൽ ഈ സംഘാടകരോട് നിങ്ങൾ ക്ഷമിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി വരും കുടലുകളിൽ എല്ലാ കാര്യത്തിലും, ഭക്ഷണത്തിലും മാത്രമല്ല എല്ലാ കാര്യത്തിലും ഇതിലും വിപുലമായ സംവിധാനം ഒരുക്കാൻ നിങ്ങളുടെ സഹായവും പ്രാർത്ഥനയും ഉണ്ടാകണമെന്നും ഇതിന് ശേഷം ഇത് നടക്കാനുള്ള എന്ത് വിഷയമുണ്ടെങ്കിലും അത് എല്ലാവരെയും അറിയിക്കും. അതിന് സന്തോഷകരമായ പ്രതികരണം തിരിച്ചും അറിയിക്കണമെന്നും അറിയിച്ചുകൊണ്ട് അധ്യക്ഷന്റെ സമ്മതത്തോടു കൂടി നമ്മുടെ ഈ സംരംഭം ഇവിടെ വെച്ച് 3 സ്വലാത്തോടു കൂടി ഇന്ന് സമാപിക്കുന്നതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി